കാലം മാറുന്നതനുസരിച്ചിട്ട് പല മാറ്റങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പണ്ട് ക്ഷേത്രപ്രവേശനം വിളംബരമൊക്കെ വന്ന സമയത്ത് പണ്ട് ഇപ്പം താണജാതിയിൽപ്പെട്ട ആളുകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ലായിരുന്നു. അങ്ങനെ പല പല കാര്യങ്ങളും മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പോൾ സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കാത്തതിൻ്റെ ഒരു മെയിൻ റീസണായിട്ട് നമ്മൾ പറയുന്നത് 41 ദിവസം വ്രതമെടുക്കാൻ പറ്റില്ല എന്നുള്ള, അല്ലെങ്കിൽ അശുദ്ധി ഉണ്ടാവും എന്നുള്ളൊരു കാരണമാണല്ലോ. അതേപോലെ തന്നെ അശുദ്ധി ഉണ്ടാകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അശുദ്ധി ഉണ്ടാകുമെന്ന് പറയുമ്പം ഈ പീരീഡ്സ് ആവുന്ന സമയത്ത് സ്ത്രീകൾ അമ്പലത്തിൽ പോകാറില്ല, ചില പള്ളികളിൽ പോകാറില്ല, ഒരു രഹസ്യമായിട്ടുള്ള അങ്ങനെ പറയാമല്ലോ, പള്ളികളിൽ പോകാറില്ല. അതേപോലെ തന്നെ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾ, ആണുങ്ങളും പുരുഷന്മാരും ഒരുമിച്ചിരുന്ന് പല സ്ഥലത്തും പ്രാർത്ഥിക്കാറില്ല എന്നുള്ള കൺസെപ്റ്റ് അതൊക്കെ മാറി, പല കാര്യങ്ങളും മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഈ കാലം മാറുന്നതനുസരിച്ചിട്ട് ഈ ഒരു കാര്യത്തിലും മാറ്റം വരും എന്നൊരു സ്ത്രീയായ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ശബരിമലയുടെ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ എന്നേക്കാൾ കൂടുതൽ ആധ്യാത്മിക മേഖലയെക്കുറിച്ച് പഠിക്കുകയും ഷോഡശ സംസ്കാരത്തെക്കുറിച്ച് അറിയുകയും അതുപോലെ തന്നെ എന്താണ് തന്ത്രവിദ്യ എന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് ബിംബപ്രതിഷ്ഠ നടത്തുന്നതും അതുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആചാരത്തിനും അനുഷ്ഠാനത്തിനും ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ശബരിമലയെക്കുറിച്ച് നമ്മൾ നാളിത്രയും ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു വിശ്വാസി എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ആ തന്ത്രവിദ്യയെ ഇല്ലായ്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകയല്ല. മാത്രവുമല്ല, രാഷ്ട്രീയക്കാർ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ അഭിപ്രായം പറയണം എന്നുള്ള ഒരു തോന്നലും എനിക്കില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വേണമെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോയാൽ മതി, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലിരുന്ന് എനിക്ക് പ്രാർത്ഥിക്കാം. പോകുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ആചാരത്തെ തകർക്കാനായിരിക്കരുത്, ആ ആചാരത്തെ ശുദ്ധിയോട് കൂടിയിട്ട് നിലനിർത്താനായിരിക്കണം എന്നുള്ളൊരു പോയിൻ്റാണ് ഞാൻ അന്നും മുന്നോട്ട് വെച്ച. ഒരുപാട് ആളുകൾ, യുക്തിവാദികളായിട്ടുള്ള ആളുകളൊക്കെ എന്നോട് ചോദിക്കുകയുണ്ടായി, ശോഭ കാലഘട്ടത്തിൻ്റെ അനിവാര്യത എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ സ്ത്രീക്ക് പോയിക്കൂടാ എന്നുള്ള ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് തന്ത്രിമുഖ്യന്മാരും അതുപോലെ തന്നെ ഇവിടുത്തെ പണ്ഡിതന്മാരും ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുള്ള ആളുകളും ഒക്കെ, എത്രയോ സംസ്കൃത പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ആളുകളുണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം തന്നെ അഭിപ്രായം പറയട്ടെ എന്നായിരുന്നു പറഞ്ഞത്. അത് കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിരവധി നമ്മുടെ സമൂഹ മധ്യത്തിൽ വന്നു കഴിഞ്ഞതാണ്. മറ്റൊരു മുസ്ലിം സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചും എനിക്ക് ആധികാരികമായിട്ട് പറയാനുള്ള അറിവില്ല. മാത്രമല്ല, വേറൊരു മതത്തിൻ്റെ അനുഷ്ഠാനത്തെക്കുറിച്ചും ആചാരത്തെക്കുറിച്ചും കൈകടത്തുന്നത് ഉചിതമല്ല എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. എന്നാൽ ആധ്യാത്മിക ചിന്തകളെല്ലാം തന്നെ അത് ഒരു വ്യത്യസ്തതയ്ക്ക് പാത്രമാവാതെ അത് നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഉപയുക്തമാക്കുന്ന രീതിയിൽ പരസ്പരം സംഘട്ടനത്തിനല്ലാതെ അതിനെ ഉപയോഗിക്കുക. ഒരു കുട്ടി, ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് അവൻ്റെ ആധ്യാത്മികത ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് റിസർച്ച് ചെയ്യാൻ വേണ്ടി മതപണ്ഡിതന്മാർ അവർ രംഗത്ത് വരിക തന്നെ വേണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്.